ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്, ആർക്കും ഒരു അസുഖങ്ങളോ ഒന്നുമില്ലാണ്ട് നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് തോമു ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എണീറ്റേക്കണേ. കാരണം ഇന്ന് അവന് പൂൾ ഡേ ആണ്. അപ്പോൾ അവന് ഫസ്റ്റ് ടൈമാണ് സ്കൂളിൽ പൂൾ ഡേ വരുന്നത് കേട്ടോ. പാച്ചുവിന് പിന്നെ കഴിഞ്ഞ വർഷം പോയപ്പോൾ അവിടെ അവന് പരിചയമുണ്ട്. തോമുവിന് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അവൻ അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റിലാണ്. മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്, സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ മഡ് ഹൗസിൽ പോയപ്പോൾ എവിടെ പോയാലും ടബിലിറങ്ങി നീന്താനും പൂളിലിറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തോമു നന്നായിട്ട് സ്വിം ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ സ്വിമ്മിങ് സൂട്ടൊക്കെ എടുത്ത് വെച്ച് റെഡിയായിട്ട് നിൽക്കുകയാണ്, വേഗം ഇനി സ്കൂളിൽ പോകണം എന്നുള്ള ഒറ്റ ചിന്തയിൽ. അപ്പോൾ ഇന്ന് അപ്പയാണ് ആദ്യം പോയത്, പിള്ളേരസിനേക്കാളും മുമ്പായിട്ട് അപ്പയാണ് പോയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡോൺ പോണത് നോക്കി നിൽക്കണം. അപ്പോൾ ഇപ്പോൾ പിള്ളേരുകളൊക്കെ നേരത്തോടെ എണീറ്റ് തുടങ്ങി. നേരത്തെ എനിക്ക് കുറച്ച് നേരം മുറ്റത്ത് എന്താ പറയുക, കുറച്ച് ഇപ്പോൾ നിങ്ങൾ 2-3 ദിവസമായിട്ട് കാണുന്നുണ്ടാവും രാവിലെ എണീറ്റിട്ടുള്ള നേരത്തെ. അതായത് ഇപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് കിടന്നുറങ്ങണില്ല. ഉച്ചയ്ക്ക് ഉറങ്ങാണ്ടാവുമ്പോൾ രാത്രി കുറച്ച് നേരത്തെ കിടന്നുറങ്ങും, അതനുസരിച്ച് രാവിലെ ഇത്തിരി നേരത്തെ എണീക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 3 ആളും കൂടിയുള്ള കളിയാണ്. അപ്പോൾ ചാക്കോച്ചിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗേറ്റ് തുറന്ന് കണ്ട് അപ്പം ഓടണം ഗേറ്റിൻ്റെ അവിടേക്ക്, അങ്ങനെയാണ്. അപ്പോൾ അപ്പയുടെ വണ്ടിമേ ഞാൻ ഇരുത്താൻ പറയും. അപ്പോൾ ഡിവൈൻ പറയും വേണ്ട, ഇനി ശീലിപ്പിക്കണ്ട, കാരണം വണ്ടി പോകുമ്പോൾ പിന്നെ കരയും. അപ്പോൾ പാച്ചു അങ്ങനെയാണ്, ഡാഡി വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ അപ്പം കരയും. ഇപ്പോൾ ഒക്കെ മാറി തുടങ്ങിയിട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ പരിപാടി ഞാൻ ഇന്ന് എടുക്കാൻ മറന്നുപോയി. ദോശയും ചമ്മന്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാവരുടെയും കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഡാഡി കുട്ടികളെ കൊണ്ടാക്കി വന്നിട്ടാണ് കഴിച്ചത്. ഞങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഇവർ പോയി കഴിഞ്ഞിട്ട് നമ്മൾ സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കുകയും ചെയ്യുക. പിന്നെ നമ്മുടെ ചാക്കോച്ചനല്ലേ ഉള്ളൂ. ചാക്കോച്ചന് ഒരു പീസ് ദോശയൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. കുറച്ച് നേരമൊക്കെ ഇരിക്കും, പിന്നെ മൂപ്പര് അങ്ങനെ നടക്കും കേട്ടോ. അങ്ങനെ ചാക്കോച്ചൻ വന്നു, എല്ലാവരും പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിട്ടോ. അപ്പോൾ ചാക്കോച്ചന് എന്തെങ്കിലും രാവിലെ ഇപ്പോൾ 3 നേരം ഞാൻ എന്തെങ്കിലും കൊടുത്താൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവന് കൊടുക്കാനും ഇഷ്ടമാണ്. മറ്റേ 2 പേരുടെയും പോലെ വലിയ മടിയും കാര്യങ്ങളൊന്നുമില്ല. എന്ത് കൊടുത്താലും അവൻ വേണമെങ്കിൽ വാങ്ങിക്കഴിക്കും, അങ്ങനെയാണ്. അപ്പോൾ തോമു കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഈരി വന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പോകാനുള്ള ആ ഒരൊറ്റ ഇൻട്രസ്റ്റിലാണ്. അപ്പോൾ ഭയങ്കര വർത്താനാണ്. അപ്പോൾ തോമു എങ്ങനെയാണെന്ന് വെച്ചാൽ വായ പൂട്ടില്ല കേട്ടോ, ഭയങ്കര വർത്താനാണ്. എല്ലാം തിരിച്ച് പറഞ്ഞു തുടങ്ങിയിട്ടോ. അപ്പോൾ ഇന്നലെ പറയുണ്ടായിരുന്നു, അമ്മാമ്മേനെ മുത്തമ്മാമ്മ വന്നു, അത് ചെയ്തു ഇത് ചെയ്തു, ഇങ്ങനെ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയും. അപ്പോൾ അങ്ങനെ പിന്നെ ആരെയും ഇഷ്ടം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കാര്യങ്ങൾ വളരെ ബുദ്ധിപൂർവമായ നീക്കമാണ് മൂപ്പർക്ക്. അതുപോലെ ഞാനൊന്ന് ചുമക്കേ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മമ്മി ഡോക്ടറെ അടുത്ത് പോകണ്ടേ, ഇഞ്ചക്ഷൻ എടുത്താൽ ശരിയാവും, അങ്ങനെ വലിയ എന്താ പറയുക 4 വയസ്സുകാരൻ്റെ വർത്താനമൊക്കെ ആയി തുടങ്ങി അവൻ കേട്ടോ. വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. അതുപോലെ അനിയനെ കളിപ്പിക്കാനായിട്ട് ഭയങ്കര മിടുക്കരാണ്, പാട്ടൊക്കെ പാടി കൊടുക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ ചേട്ടനും അനിയനും. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കണമെന്ന് കണ്ടപ്പോൾ മൂപ്പര് ആകെ ഒരു ചമ്മലവനെ. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അപ്പോൾ ചേട്ടച്ചാർ പാച്ചു അവിടെ കുളിയും ബഹളവും മാറലൊക്കെയാണ് കേട്ടോ. അതാ വന്നു കണ്ടോ, നായകൻ വന്നു. അങ്ങനെ പിന്നെ ഇവർ 3 പേര് കൂടിയുള്ള അംഗമാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ കുറച്ച് നേരം അവർ അവിടെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കുറച്ച് നേരം ഓടി കളിക്കുക. അപ്പോൾ വെയിലൊന്നും ഇല്ലല്ലോ, അപ്പോൾ വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പാപ്പനൊക്കെ റെഡിയായി ഗേറ്റൊക്കെ തുറന്ന് പിള്ളേർസ് പോവാട്ടോ. അപ്പോൾ അവർ അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അങ്ങനെ വലിയ തല്ലുകൂട്ടങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ല. നല്ല കൂട്ടുകാരുടെ പോലെ തോളത്ത് കൈയിട്ട് നടക്കുക, ഒരാൾ ചെയ്യുന്ന അടുത്ത ആൾ ചെയ്യുക, അതുപോലെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ അമ്മമാർ 2 പേരും അവരൊക്കെ ഏറ്റവും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോണത്. അപ്പോൾ ആദ്യം 2 പേരും ഒരുത്തിലാണ് കയറിയത്. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഡാഡി പറയും ഒരാൾ ഫ്രണ്ടിലും ഒരാൾ ബാക്കിലും ഇരുന്നാൽ മതി. 2 ആൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഡാഡിക്ക് കോൺസെൻട്രേഷൻ പോകും. ഡ്രൈവ് ചെയ്യുമ്പോൾ ഇവരിങ്ങനെ ഓരോന്ന് കാണിച്ച് ഒച്ചയും ബഹളം ഇടുമ്പോൾ ഡാഡിയുടെ ശ്രദ്ധ മുഴുവൻ ബാക്കിലേക്കാവും. അപ്പോൾ പറയും ഒരാൾ ഫ്രണ്ടിലും ഒരാൾ ബാക്കിലും ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകട്ടോ. അപ്പോൾ ചില സമയത്ത് 2 ആളും ബാക്കിൽ തന്നെയാവും. അത് എങ്ങനെയാണോ അങ്ങനെ ഡാഡിയുടെ ആ ഒരു സൗകര്യം പോലെയാണ് ഡാഡി ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെറിയ ആൾ ടാറ്റ പറഞ്ഞിട്ട് ഓടി വരികയാണ്. അപ്പോൾ അവനാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കൂടെ പോകാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുറച്ചും കൂടി കഴിഞ്ഞാൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കയറാൻ നോക്കണം കണ്ടോ, ഭയങ്കര ഇൻട്രസ്റ്റാണ്. പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കയറാനായിട്ട്. അപ്പോൾ വേഗം ഞങ്ങൾ പുറത്തേക്ക് ഇങ്ങോട്ട് എടുത്ത് ഞങ്ങൾ ടാറ്റ പറയാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചാക്കോച്ചനെ ഞങ്ങൾ പുറത്തേക്ക് എടുത്തു. പക്ഷേ അവൻ കരച്ചിലും ബഹളമൊന്നുമില്ല, അവനറിയാം പറ്റില്ല പോകാനായിട്ട് എന്നുള്ള. ഞാൻ പറഞ്ഞില്ലേ, അവനങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല നമ്മൾ. അതുകൊണ്ട് തന്നെ അവനങ്ങനെ കരയാനും ബഹളം വയ്ക്കാനും ഒന്നും നിൽക്കാറില്ല കേട്ടോ. അപ്പോൾ ടാറ്റ പറഞ്ഞ് അവരെ അങ്ങോട്ട് യാത്രയാക്കും, അങ്ങനെയാണ് പതിവ്. അപ്പോൾ അങ്ങനെ ചാക്കോച്ചൻ ഇന്ന് കൺമഷി കൊണ്ട് പൊട്ടൊക്കെ തൊട്ടേക്കണുണ്ട്, എന്തോ എടുത്തിട്ട് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഡിവൈൻ ഇടിച്ചു കൊടുത്തിട്ടുള്ളതാണ്.
എൻ്റെ വോയിസ് 2-3 സ്ഥലത്ത് കട്ടായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ. അത് വേറൊന്നുമല്ല, നമ്മുടെ പാച്ചുക്കുട്ടൻ ഉണ്ടല്ലോ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓടി വരുന്നതാണ്. അപ്പോൾ ഞാൻ ആ ബഹളം കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഉറങ്ങിയിട്ടാണ് വോയിസ് ഓവർ കൊടുക്കാൻ ഏറ്റവും സുഖം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചോദിച്ച് പിള്ളേർസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ അവരെയൊക്കെ യാത്രയാക്കി ഞങ്ങൾ 3 പേരും അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഡോണും പോയി, ഡാഡിയും പോയിട്ട് ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ച് വരിക. പിന്നെ അപ്പോഴാണ് ഞങ്ങൾ 3 പേരും സ്വസ്ഥമായിട്ടിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക കേട്ടോ. ഭക്ഷണം കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾ അടുത്ത പരിപാടിക്ക് കിടക്കുള്ളൂ. അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ തോമുവിനെ ചാക്കോച്ചനെ ഉറക്കുക എന്നുള്ളത് ഡിവൈൻ്റെ പരിപാടി, ബാക്കി കണക്കും കാര്യങ്ങളും ചെയ്യാന്നുള്ളത് ഡിമ്പിളുടെ പരിപാടി. ഇതാണ് അവരുടെ പരിപാടി. ഞാൻ പതുക്കെ കിച്ചണിലേക്ക് നീങ്ങും കേട്ടോ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ റൂട്ടീൻ. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ചാക്കോച്ചൻ എപ്പോഴും ഇപ്പോൾ ഞാനാണ് ഫുഡ് കൊടുക്കുന്നത്. അവനിഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ദോശയല്ലായിരുന്നേ, അപ്പോൾ ദോശ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുത്തു. അപ്പോൾ കട്ടി ദോശ കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ അവൻ കുളിപ്പിച്ച് കിടന്നുറങ്ങാൻ പോയത് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നടയിൽ വന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ഇനിയാണ് ഞങ്ങളുടെ പരിപാടികൾ. അപ്പോൾ അവർ ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുമ്പളങ്ങ ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, ചെറിയൊരു പീസ് 12 രൂപ അങ്ങോട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കഷ്ണം എടുത്തിട്ട് മുക്കാലല്ല ഒരു 4 കഷ്ണത്തിൽ 3 കഷ്ണം എടുത്തിട്ട് നമ്മുടെ തൃശ്ശൂർക്കാരുടെ മെയിൻ സംഭവമാണല്ലോ കോഴിയും കുമ്പളങ്ങയും, അതെടുത്ത് വെച്ചു. അപ്പോൾ വേസ്റ്റ് പീസുകളുണ്ടായിരുന്നു. ആ വലിയ പീസുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കഴുത്തും കക്കും കരലും അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പീസുകളുണ്ടല്ലോ, അത് ഞാൻ കുമ്പളങ്ങിയിട്ട് വെച്ചു. ഈ കുമ്പളങ്ങ എന്തിനാണെന്ന് വെച്ചാൽ നാളെ മോരൊഴിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയും മതിയല്ലോ കുഞ്ഞ് കഷ്ണം. അങ്ങനെ 11:30-12 ആയപ്പോഴേക്കും ഞാൻ ചായ വെച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, കുറേ പേര് എന്നോട് പറഞ്ഞു ഇങ്ങനെ 3-in-1 പ്രീമിക്സ് ചായ അധികം കുടിക്കല്ല ആൻറ്റി. ഞാൻ ഒരെണ്ണം രാത്രിയിൽ അല്ലെങ്കിൽ ഉച്ച തിരിഞ്ഞ് എപ്പോഴെങ്കിലും, അതായത് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ഇത് വെക്കുക കേട്ടോ. അല്ലാത്തപ്പോൾ ഞാൻ ശരിക്കും ചായ തന്നെയാണ് വെക്കുക. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാട്ടോ. ഞാൻ ചായ തന്നെയാണ് വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വല്ല പണികളുടെ ഇടയിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കണമെന്ന് തോന്നിയാലാണ് ഞാൻ ഇതെടുത്ത് കുടിക്കുക. അപ്പോൾ ഇന്ന് അതും ഉണക്കമീൻ വറുത്തതായിരുന്നു. അപ്പോൾ പ്രഷറുള്ള കാരണം ഓരോ മാന്തലെടുത്തിട്ടാണ് ഞാൻ വറുത്തത്. പിന്നെ ഡിവൈൻ മാന്തൽ കഴിക്കില്ല, ഡിവൈൻ മുട്ട പൊരിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ട്, മുട്ട പൊരിച്ചതും ഈ കോഴിയും കുമ്പളങ്ങയും കൂടിയിട്ട്. അങ്ങനെ പൂൾ ഡേയുടെ വിശേഷങ്ങൾ വന്ന് പറയുകയാണ് ചാക്കോച്ചിട്ടോ, അല്ല തോമുട്ടൻ. എനിക്ക് എപ്പോഴും പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കണതൊക്കെ തെറ്റും. അപ്പോൾ പാച്ചു ഡ്രസ്സൊക്കെ മാറി വന്നു. അവർ പ്രീ സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇൻ്റർവെല്ല് കഴിയുമ്പോൾ അവരുടെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് കൊണ്ടുവരാം കേട്ടോ. തോമു പിന്നെ പ്രീ KG ആയതുകൊണ്ട് അതില്ല. അവർ ഇപ്പോൾ എന്താ പറയുക, ഡയപ്പർ ഇടാണ്ടാണ് ശീലിപ്പിക്കുന്നത്. അങ്ങനെ എന്താ പറയുക, 2 പേരും അവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ പോയിട്ട് വരുന്നുണ്ട് സ്കൂളിലേക്ക്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പോയിട്ട് വന്ന് ഓരോ ദിവസം ഓരോ പുതിയ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മളുടെ കുഞ്ഞുമക്കളുടെ വളർച്ച ഒരു പരിധിവരെ നമ്മൾ ഈ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോഴാണല്ലോ നമ്മൾ ശ്രദ്ധിക്കുക. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ പറയുന്ന ഓരോ പുതിയ വാക്കുകൾ, ചെയ്യുന്ന ഓരോ പുതിയ കാര്യങ്ങൾ ഒക്കെ നമ്മളുടെ ശ്രദ്ധയിൽ വരുമല്ലോ. അപ്പോൾ അങ്ങനെ അവരുടെ പരിപാടികളും ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഡിംപിളാവും ചിലപ്പോൾ ഡിവൈനാവും. എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ ചെയ്യണത്. കുറേ പേർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഞാൻ എല്ലാം കൂടി ചെയ്തിട്ടാണ് എനിക്ക് വയ്യാണ്ടാവണേ എന്നുള്ളത്. അങ്ങനെയല്ല, ഞങ്ങളെല്ലാം 3 പേരും കൂടിയിട്ടാണ്. 3 പേരെന്ന് പറയാൻ പറ്റില്ല, ഡാഡിയും ഡോണും ഒക്കെ ഇതിൽ അവരവർക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരാർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിലേക്ക് ഈ പറഞ്ഞ പോലെ വയ്യാണ്ടിരിക്കുമ്പോൾ പൊട്ട സൂക്കേടാണെന്ന് എനിക്കറിയാം. എനിക്കൊരു ഐസ് ഫ്രൂട്ട് അല്ലെങ്കിൽ ഒരു സിപ്പൊക്കെ തിന്നാൽ കൊള്ളാമെന്ന് തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരെണ്ണം എടുത്ത് കഴിക്കും. കുട്ടികൾക്ക് വേണ്ടി ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അത് ഒരെണ്ണം എടുത്ത് കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു സുഖം കിട്ടണ പോലെ എനിക്ക് തോന്നുന്നതാട്ടോ. അത് ചിലപ്പോൾ ശരിയായിട്ടുള്ള കാര്യമൊന്നും ആവില്ല, എന്നാലും നമ്മുടെ വീട്ടിൽ ഒരെണ്ണം ഒക്കെ തിന്നാലോ എന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ പാച്ചൂട്ടിനും വന്നു. അപ്പോൾ ഞാനും പാച്ചൂട്ടിനും കൂട്ടിയാണ് അത് കഴിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഷോപ്സിൽ നിന്ന് ഡാഡിക്ക് 2 ബർമൂഡ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ടാവാം അടുത്തതെന്ന് വിചാരിച്ചു. കാരണം ഈ പ്രാവശ്യം ഞാൻ ഡാഡിക്ക് എടുത്തപ്പോൾ ഇത്തിരി വില കൂടുതലായോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഓൺലൈനിലൊന്ന് നോക്കാമെന്ന് വെച്ചാൽ, ഡാഡി സ്ഥിരം ബർമൂഡയാണല്ലോ യൂസ് ചെയ്യുക, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ 2 എണ്ണം, ഇതൊരു കോംബോ ആണ് കേട്ടോ, 799 രൂപയ്ക്ക് 2 എണ്ണം. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടോ. അത്
പിന്നെ അതിൽ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ, ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരെണ്ണം 210 രൂപ അത്രയും കൂടെ ആയുള്ളൂ. നല്ല തരം നല്ല ബനിയൻ സ്റ്റഫിൻ്റെ നല്ല തരം ബർമൂഡയായിരുന്നു കേട്ടോ. അത് 393 രൂപ അങ്ങനെയാണ് ആയിരുന്നത്. നല്ല സംഭവമായിരുന്നു കേട്ടോ, നല്ലതാണ്. അപ്പോൾ ഞാൻ ഡാഡി വന്നപ്പോൾ, ഡാഡി ഉണ്ടായിരുന്നില്ല ഞാനിത് തുറക്കുമ്പോൾ. ഡാഡി വന്ന് തുറന്ന് ഡാഡി പിടിച്ചു നോക്കിയപ്പോൾ തന്നെ ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സ്ട്രെച്ചബിൾ ടൈപ്പാണ്, നല്ല സംഭവം. അപ്പോൾ അങ്ങനെ എന്താ 2 ഞാൻ മാറ്റി വെച്ചു. ഡാഡി വരുമ്പോൾ നോക്കി എന്താ വെച്ചാൽ ചെയ്തോട്ടെ വെച്ചിട്ട് ഞാൻ ബെഡ്റൂമിലേക്ക് വെച്ചപ്പോൾ ഡാഡിക്ക് മനസ്സിലാവോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് അതിനോട് 1-2 പേര് ചോദിച്ചായിരുന്നു എങ്ങനെയുണ്ട് ഏതുണ്ട് എന്നുള്ളത്. നല്ലത് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ 3ാമത്തെ തവണയാണ് ഇത് വാങ്ങിക്കണത്. ഒരു കുഴപ്പമില്ല. ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാനും ഇടയ്ക്കൊന്ന് കഴിക്കാനൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് അല്ല അപ്പോൾ എപ്പോഴും നല്ലതാണ്. ഇത് അധികം വാല്യൂര് എന്നാൽ നല്ല സാധനമാണ് കേട്ടോ. ഇത് നമ്മളുടെ പട്ടിക്കുട്ടികൾക്കുള്ള ബിസ്ക്കറ്റാണ്, പട്ടികൾക്കുള്ള ബിസ്ക്കറ്റാണ്. ഇതും ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഓഫർ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇന്നലെ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് തോന്നി വലിയ കുഴപ്പം ഇല്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാനിത് പിന്നെ റൂൾസ് ഇങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നത്. പിന്നെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പാൽ എടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ പറയാറില്ലേ വാരി കൊടുക്കാറുണ്ടെന്ന്, ഫുഡ് കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ എനിക്ക് വയ്യാണ്ടാവുന്ന സമയത്ത് ഇവർക്ക് ആ ഒരു ശീലം നിർത്തിയിട്ട് നേരത്തോടെ ഭക്ഷണം കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്കും ഒരു ചേഞ്ച് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങി കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഈ ബിസ്ക്കറ്റ് വാങ്ങി ഒരു ടിന്നിലാക്കി അവിടെ വെച്ചു. അപ്പോൾ പിന്നെ കുറേശ്ശെ എടുത്ത് അവർക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങാനും എനിക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റാണ്ടായാൽ, അപ്പോൾ ഇന്ന് ഞാൻ പുട്ടും പഴവും കൂടിയിട്ടാണ് കൊടുത്തത്. പഴം ഒന്ന് കറുത്തപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവർക്കാണ് കൊടുക്കാമെന്ന്. ഇത് എന്നോട് 1-2 പേര് ചോദിച്ചായിരുന്നു ചുക്ക് കാപ്പിയുടെ നമ്പർ. അപ്പോൾ എനിക്കിത് ഉണ്ടോ ഈ നമ്പർ എന്നറിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്, ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട്. കാരണം എനിക്കും വാങ്ങിക്കണം. സൂപ്പർ ചുക്ക് കാപ്പി കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യാത്. അപ്പോൾ 2-3 പേര് എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉപകാരമുള്ള ഒരു കാര്യമില്ല, അപ്പോൾ ഷെയർ ചെയ്യണോണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതാണ് ആ നമ്പർ കേട്ടോ. അങ്ങനെ ഞാൻ ചായ വെച്ചു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കിടന്നൊന്നുമില്ല. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഗുളിക കഴിച്ചിട്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കിടന്ന് ഉറങ്ങിപ്പോവും. ആ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു സുഖം തോന്നില്ല എനിക്ക്. അതെൻ്റെ മനസ്സിൻ്റെ ആയിരിക്കാം. അപ്പോൾ ഞാൻ മാക്സിമം കിടക്കാണ്ട് നോക്കും. അപ്പോൾ ഇന്നിങ്ങനെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ലക്ഷ്മിയുടെ ഒരു വട കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമില്ല, ഒരു 2-3 പീസ് ബ്രെഡ് പൊടിച്ച് അതിലേക്ക് നമ്മളെ തൈര് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചു കുറച്ച് നേരം. അപ്പോൾ സെക്കേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് അത് ഒരു 10 മിനിറ്റ് കുതിരാൻ വേണ്ടി അവിടെ അങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ ചായ എടുത്ത് വെച്ച് വരുമ്പോഴേക്കും ആ ഒരു സംഭവത്തിൻ്റെ സമയം കഴിഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കുറച്ച് അരിപ്പൊടി പിന്നെ റവ, അതായത് കുറച്ച് അരിപ്പൊടിയും വളരെ കുറച്ച് റവയും മതി കേട്ടോ, കുറേയൊന്നും വേണ്ട. അതും പിന്നെ സബോള, ഇഞ്ചി, വേപ്പില, പച്ചമുളക്, ഉപ്പ് അതിട്ട് നന്നായി മിക്സ് ചെയ്ത് ശരിക്കും നമ്മൾ വട പിടിക്കുന്ന പോലെ നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ അറിയാം, വേറെ വെള്ളമൊന്നും അതിലൊഴിക്കേണ്ടി വരില്ല. ആ തൈരിൻ്റെയും ഈ സബോളയുടെയൊക്കെ വെള്ളം മതി. അത് ശരിക്കും പിടിച്ച് വടയാക്കി ഉണ്ടാക്കിയെടുക്കുക. നല്ല ടേസ്റ്റുള്ള വട കേട്ടോ. അപ്പോൾ ഞാനതവിടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഡാഡി ഇവിടെ നടയിൽ തിരികെത്തിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അപ്പോഴേക്കും ഡാഡി പുറത്ത് പോയേക്കായിരുന്നു. ഇപ്പോൾ വന്നു പ്ലേറ്റ് ചെയ്ത സാധനങ്ങൾ കൊണ്ടുവന്നതാണ്. ഓർഡർ അനുസരിച്ച് ഞാൻ പറയാറുണ്ടല്ലോ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരിക ചെയ്യാമെന്ന്, പാക്ക് ചെയ്തിട്ട്. ഇനി അപ്പോൾ 2 നേരമാണ് നമ്മൾ പ്ലേറ്റ് ചെയ്തിട്ട് സാധനങ്ങൾ കൊണ്ടുവരിക, ഒന്ന് കാലത്തും ഒന്ന് വൈകുന്നേരം. അപ്പോൾ കാലത്ത് കൊണ്ടുവരുന്നത് 2 മണിയാകുമ്പോഴേക്കും നമ്മൾ പോസ്റ്റ് ചെയ്യും. ഈ കൊണ്ടുവരുന്നത് പിറ്റേ ദിവസമാണ് നമ്മൾ ചെയ്യുക. ചിലത് കൊറിയർ ചെയ്യേണ്ടി വരും രാത്രിയിൽ. അങ്ങനെയാണ് കേട്ടോ, 2 സമയമായിട്ടാണ് നമ്മൾ ഇത് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത് കഴിഞ്ഞ മാസം കണ്ടമാനം കൊന്ത പോയിട്ടാണ്. കൊന്ത മാസം അല്ലായിരുന്നേ, കണ്ടമാനം കൊന്ത. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് കല്യാണങ്ങൾക്ക് കുർബാന സ്വീകരണത്തിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മളുടെ ഇന്ന് കൊന്ത കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയൊക്കെ ബർത്ത്ഡേക്ക്, ഷഷ്ടി പൂർത്തിക്ക്, അങ്ങനെ ഓരോ അവസരങ്ങളിൽ കൊന്തയാണ് അധിക ഭാഗം കൊണ്ടുപോകുന്നത്. ഇത് നല്ല മോതിരം, മൾട്ടി കളറിൻ്റെ മോതിരമാണ് കേട്ടോ. ഇത് കട്ടിങ്ങുള്ള കാരണം ധൈര്യമായിട്ട് നമുക്ക് ഏത് വലിപ്പക്കാർക്കും ഇടാം. അപ്പോൾ ശരിക്ക് ആ ഡാഡി അവിടെ ചെയ്യണ സമയത്ത് പ്ലേറ്റിങ്ങിൻ്റെ സാധനങ്ങൾ ഞാൻ തുറന്ന് നോക്കിയ ആ ഗ്യാപ്പിലാണ് ഇത് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നമ്മുടെ തൈരിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ പൊടിയും കാര്യങ്ങളൊക്കെ ആക്കി കുഴച്ച് അവിടെ റെഡിയാക്കി വെച്ച്. അത് കഴിഞ്ഞാൽ കയ്യോടെ ഉണ്ടാക്കാം നമുക്ക്. അത് അങ്ങനെ സോഡ പൗഡർ ഇട്ടിട്ടുണ്ട്. ഞാൻ അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സോഡാപ്പൊടിയും കൂടി ഇട്ടാൽ നല്ലതാണെന്ന് ലക്ഷ്മി പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. ശരിക്കും നല്ല വടയുടെ ഷേപ്പിൽ ഒരു പൊട്ടലും തെറ്റലൊന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയിൽ കിട്ടി. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇവിടെ സന്ധ്യ സമയം ഇപ്പോൾ ഇവിടെ പ്രാർത്ഥന വെച്ചിട്ട്
തോമു ഇരിക്കുക നടയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവൻ വലിയ കുട്ടിയായി എന്ന് പറഞ്ഞില്ലേ, അവൻ വർത്താനം. അപ്പോൾ അവിടെ ഇരുന്നിട്ട് പറയാം, അമ്മാമ്മയുടെ വാവുമൊക്കെ മാറ്റി കൊടുക്കണേ, വേറെ ആർക്കും വാവ് വരുത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ പറയാമായിരുന്നു, കുട്ടികൾക്കൊക്കെ ഓരോ സമയമാകുമ്പോൾ അതാത് സമയമാകുമ്പോൾ അവർക്ക് അതാത് കാര്യങ്ങൾ പറയാനും ചെയ്യാനും അറിയാമെന്ന്. അങ്ങനെ ഡിവൈൻ കുട്ടികളെയും കൊണ്ട് ഇന്ന് തോമു വേഗം ഉറങ്ങി. പൂൾ ഡേയുടെ ആ ക്ഷീണം കൊണ്ട് വേഗം ഉറങ്ങി. അപ്പം ഞാൻ രാത്രി ഇന്ന് കുത്തരി കൊണ്ട് കഞ്ഞി വെച്ചു. കഞ്ഞി വെച്ചിട്ട് മുട്ട പൊരിച്ചു, അച്ചാറും പിന്നെ ഉച്ചകാലത്തെ കുറച്ച് കോഴിയും കുമ്പളങ്ങയുടെയും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് കേട്ടോ അന്ന് രാത്രിയിലത്തെ ഫുഡ് കഴിച്ചത്. അപ്പോൾ അങ്ങനെ ദേ നമ്മളുടെ പട്ടികളുടെ കാര്യം. അപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല, ഡാഡിയാണ് ഇന്ന് കൊണ്ടുവന്ന് അവർക്ക് വെച്ച് കൊടുത്തത്. അപ്പം ഞാൻ പറഞ്ഞു, എന്നും ഇനിയിപ്പം ഞാൻ കൊടുത്ത് ശീലിപ്പിക്കേണ്ട, കാരണം അല്ലെങ്കിൽ അവർ തിന്നാണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. കാരണം ഞാൻ മാത്രമാണ് മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിമ്പിൾ മാത്രം കൊടുത്താലേ അവർക്ക് കഴിക്കുള്ളൂ. പക്ഷേ ഡിമ്പിളുടെ കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് ആ ഒരു ശീലം മാറി. പിന്നെ മറിയാമ്മ കൊടുത്താലേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം ഞാൻ വേണം നിർബന്ധമായി. പിന്നെ ഇപ്പോൾ ഡിവൈൻ 1-2 പ്രാവശ്യം കൊടുത്തപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പോൾ അവരുടെ കാര്യം അവർക്ക് അതിന് വേണ്ടിയിട്ടാണ് ഗ്യാപ്പ് ഇടയിലേക്ക് കൊടുക്കാനാണ് ഞാൻ ആ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ പല ടൈപ്പ് നമ്മുടെ ഓൺലൈനിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഓഫേഴ്സ് വരുന്നതുണ്ട്. നമ്മൾ വിചാരിക്കണ കുറേ വിലയും കാര്യങ്ങളൊന്നും. ചിലവരുണ്ട് പട്ടിക്ക് കൊടുക്കാൻ എന്തിനാണ് ഇത് വാങ്ങിക്കണേന്ന് ചോദിക്കും. അവർക്ക് നമ്മൾ കൊടുക്കുന്ന ചോറിൻ്റെ അതേപോലെ തന്നെ ഇതും ആവണുള്ളൂ കേട്ടോ, കൂടുതൽ ഒന്നും ആവണില്ല. പിന്നെ അവർ എന്താ പറയുക, അവരും നമ്മുടെ മക്കളെ പോലെയല്ലേ നമ്മൾ കാണുന്നത്. മക്കളെ പോലെ അല്ലെങ്കിൽ പോലും ഒരു സ്ഥാനം നമ്മൾ നമ്മുടെ വീട്ടിൽ അവർക്കും കൂടി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് അവർക്കുള്ള ഭക്ഷണവും കാര്യവും നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് മാറ്റി കൊടുക്കണോണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ. അല്ല ചിലർ ഇത് കാണുമ്പോൾ പറയും, പട്ടിക്കാണോ ഇത് ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കണേന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും, തിരിച്ചും ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത് കേട്ടോ. അല്ലാണ്ട് ഇത് ആരും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ വേറെ ഒന്നും പറയാനോ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. പതിപോലെ ഡിവൈനും ഞങ്ങൾ 3 പേരും കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. അതാണ് ആ 11 മണി കാണുന്നത്. എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ കുറേ ലേറ്റാവും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ഈ നടയിൽ എടുക്കുള്ളൂ. കിടക്കണ എൻ്റെ ആ നിമിഷമാണ് ഞാൻ ഇതെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.